അല്ലാതൊരു ഒരു തെറ്റായ നടപടിയാണ്. ഒരു കേസെടുത്താൽ MLA നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിന് 10-100ലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസും UDFും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ UDF യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് UDF രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ UDF യോഗം. അപ്പോൾ ആ കോസിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. ആരായാലും ഇപ്പോൾ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഞാൻ അത്തരക്കാരനല്ല. എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും, അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ ഒരു MLA രാത്രി വീട്ടിൽ കയറി 10-120 പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത്? എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ, താങ്കൾക്ക് പേരിൽ കേസെടുത്തിട്ടുണ്ട്, താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അല്ലെങ്കിൽ കോടതി പോയി ജാമ്യം എടുക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുക. എന്തെല്ലാം വഴികളുണ്ട്. ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ, MLAമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ. അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത്. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്. അതുപോലെ ഇപ്പോൾ 2 കൊച്ചുങ്ങളെ 2 മക്കളെ കൊന്ന ഈ പ്രതികളെ, കൊടും ക്രിമിനലുകളെ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്നൊരു പാർട്ടിയാണ്. എന്തൊരു പാർട്ടിയാണിത്? കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് CPM എന്ന് പറയുന്നത്. കൊന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണം എടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ, 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ 2 ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക. അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിൽ ഉപദേശക സമിതി അംഗത്തിൽ നിന്ന് ആ P. ജയരാജനെ പുറത്താക്കണം. ഈ പാർട്ടിക്ക് നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ? ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടിലാണോ ഇവർ ജീവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക. എന്താ സ്ഥിതി കേരളത്തിൻ്റെ? ഇവരാണോ കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത്? അതാണോ ചെയ്യാൻ പോകുന്നത്? എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത്. എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക, പാർട്ടി ചെന്ന് എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കുക, ആ ജയിൽ AC മുറിയാക്കി കൊടുക്ക്. നമ്മുടെ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് ഫോണും അവരിഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ VIP ട്രീറ്റ്മെൻറ്റാണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത്. ഇതിനൊക്കെ ജനം ചോദിക്കും.